വലിയ അന്ധകാരം എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞുകൂടാ. ചില മക്കൾക്കെല്ലാം അറിയാം, യൂട്യൂബിലുള്ളതെല്ലാം അറിയാം, സയൻസ് എല്ലാം അറിയാം, വാർത്തകളെല്ലാം അറിയാം, ദൈവത്തെ അറിഞ്ഞുകൂടാ. ദൈവത്തെ അറിഞ്ഞുകൂടാ, അന്ധകാരത്തിലാണ്. കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നതിന്റെ വില അറിഞ്ഞുകൂടാ, അന്ധകാരത്തിലാണ്. പള്ളിയിൽ പോകുന്നതിന്റെ വില അറിഞ്ഞുകൂടാ, അന്ധകാരത്തിലാണ്. ധ്യാനത്തിന് പോകുന്നതിന്റെ വില അറിഞ്ഞുകൂടാ, അന്ധകാരത്തിലാണ്. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ വില അറിഞ്ഞുകൂടാ, അന്ധകാരത്തിലാണ്. അപ്പോൾ ഏറ്റവും വലിയ അന്ധകാരം എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചുള്ള അജ്ഞതയാണ്. ഇനി ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത മാമോദീസ സ്വീകരിച്ചിട്ടും 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ സ്കൂളിലൊക്കെ പോയി നല്ല മാർക്കൊക്കെ മേടിച്ച് പഠിച്ചിട്ടും ചില കുട്ടികളിൽ അല്ലെങ്കിൽ ചില മക്കളിൽ ചില സഹോദരങ്ങളിൽ ചിലപ്പോൾ പ്രായമാകുമ്പോൾ ഈ അന്ധകാരം കൂടിക്കൂടി വരുവാണ്. അപ്പൊ ഈശോയെ പള്ളിയിലിരിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ അജ്ഞത മാറണം. പള്ളിപ്പുസ്തകത്തിൽ കണക്കുള്ളവരുടെ പേരിൽ നിന്ന് അല്ലേ, അവരിൽ നിന്ന് പള്ളിപ്പുസ്തകത്തിൽ അവരുടെ പേരുണ്ട്, പക്ഷേ ഹൃദയത്തിൽ അന്ധകാരമാണ്. അവര് പറയും, എനിക്കിനി ഞാൻ ഞായറാഴ്ചയൊക്കെ കുർബാനയ്ക്കൊക്കെ പോകുന്നുണ്ട്, വിചാരിച്ചും പറയാണ് വെള്ളിയാഴ്ച ധ്യാനമൊക്കെ ഉണ്ട് വരണമെന്ന് പറയുമ്പോൾ കുറെ ആളുകൾ പറയും, ഞങ്ങൾക്കങ്ങനെ ധ്യാനത്തിനൊന്നും പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. ഹല്ലേലൂയ. അതൊരു അന്ധകാരമാണ്. ഇനി ഈശോയെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരെ എത്രയോ കോടി മനുഷ്യരാണുള്ളത്. 800 കോടിയിലധികം മനുഷ്യരുള്ള ഈ നാട്ടില്, ഈ ലോകത്ത് 250 കോടി മനുഷ്യരെ ഈശോയിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ളൂ. 150 കോടി കത്തോലിക്കരും 100 കോടി പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിൽപ്പെട്ടവരുമൊക്കെ ആയിട്ട് ഈശോയെക്കുറിച്ച്, യേശുനാമം കേട്ടിട്ടില്ലാത്ത അനേകരുണ്ട്. ഈശോയെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഈശോ മോചനദ്രവ്യമായി മാറിയതുപോലെ നമ്മൾ അനേകർ ഈശോയെ അറിയാനും അനേകർ ഈശോയിൽ വിശ്വസിക്കാനും അനേകർ ഈശോയിലേക്ക് ചേർന്ന് നിൽക്കുന്നതിനും വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പരിത്യാഗങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഇതെല്ലാം സമർപ്പിക്കുമ്പോൾ നമ്മൾ മോചനദ്രവ്യമായി മാറുകയാണ്.